നമുക്ക് ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. നമുക്കറിയുന്നത് പോലെ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഖുർആൻ ശിഫയാണ് എന്നുള്ള ഒരു വിഷയത്തെ പറ്റി പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ് എന്നുള്ളത്. നമ്മള് മാസത്തിൽ ഹലഖാത്തുൽ ഖുർആൻ അക്കാദമിയുടെ കീഴിൽ നടത്തുന്ന വിജ്ഞാന സദസ്സുകളിൽ പെട്ട ഒന്നാണിത് എന്നുള്ളതാണ് തുടക്കത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് പല വിഷയങ്ങളിലൂടെയും പലതരത്തിലുള്ള വിജ്ഞാന സദസ്സുകൾ ഒരുക്കാൻ ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഖുർആൻ ശിഫയാണ്, ഖുർആൻ ശമനമാണ് എന്നുള്ളത്. ഖുർആൻ നമുക്ക് ശമനമാകണമെങ്കിൽ, ഖുർആൻ നമുക്ക് ശിഫയാകണമെങ്കിൽ ആദ്യം ഖുർആനിനെ നമ്മൾ പഠിക്കണം. ഖുർആൻ എന്താണെന്ന് നമ്മൾ അറിയണം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറയുമ്പോ നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ പടുത്തുയർത്തുന്ന സമയത്ത് നമ്മുടെ വാപ്പയുടെ വാക്കിന് നമ്മൾ വില കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ വില കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബഹുമാനിക്കേണ്ടവർ, പറയുന്നത് കേൾക്കേണ്ടവർ എന്നറിയുന്ന പലരുടെയും വാക്കുകൾ നമ്മൾ സ്വീകരിച്ചിട്ടും പരിഗണിച്ചിട്ടുമുണ്ട്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഇന്ന് ഈ ക്ലാസ് വന്ന് കേൾക്കാനും അത് കാണാനും അതിലുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനും നമുക്ക് ശേഷി തന്ന, നമുക്ക് കഴിവ് തന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തി തരുന്ന അള്ളാഹുവിന്റെ വാക്ക്, അള്ളാഹുവിന്റെ സംസാരം നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലാണ് ഈ വിധത്തിൽ എൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് എന്ത് കൽപ്പിച്ചുവോ അത് ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഒന്നാലോചിക്കാനും ചിന്തിക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പാളിയത് എന്നറിയോ? അള്ളാഹുവിന്റെ കൽപ്പനകളെ, അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്ന വിഷയങ്ങളെ ഇപ്പോഴും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടും. പല വിഷയങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയാത്തത് എന്തുകൊണ്ടെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആഴത്തിൽ അറിയാത്തതിന്റെ പേരിലാണ്. വാപ്പ എന്താണ് എന്നറിഞ്ഞപ്പോഴാണ് വാപ്പയുടെ വാക്കിന് നമ്മൾ പരിഗണന നൽകിയത്. ഉമ്മ എന്താണ് എന്ന് ആഴത്തിൽ അറിഞ്ഞപ്പോഴാണ് ഉമ്മയുടെ വാക്കുകൾ നമ്മൾ സ്വീകരിച്ചത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴത്തിൽ നമ്മൾ അറിഞ്ഞാൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലുടനീളം നിലനിർത്തുവാനും നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്നാൽ അള്ളാഹുവിനെ ആഴത്തിൽ അറിയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹുവിനെ ആഴത്തിൽ അറിയേണ്ട കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞാൽ ആ അള്ളാഹുവിന്റെ സംസാരത്തിന്, ആ അള്ളാഹുവിന്റെ കലാമിനെ, ആ ഖുർആനിനെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കും. അങ്ങനെയുള്ളവരായി നമ്മൾ മാറിയാൽ ആ ഖുർആനിൽ നമുക്കെല്ലാത്തിനുമുള്ള ശിഫയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാണ്, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാ എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളതത്രേ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. നമുക്ക് ശിഫ ആയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. ഖുർആനിൽ ഒരു മുഅ്മിനിനെ, ഒരു വിശ്വാസിക്ക് ശമനമുണ്ട്. നമ്മൾ മുഅ്മിനാണോ?
നമ്മളൊരു വിശ്വാസിയാണോ? വിശ്വാസിയാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതിനാണ് നമ്മൾ ഈമാൻ എന്ന് പറയുന്നത്. നമ്മളിൽ എത്ര പേർക്ക് ഈമാൻ ഉണ്ട്? എന്തിൽ നിന്നാണ് ഖുർആൻ നമുക്ക് ലഭിക്കുമ്പോ? വെറും ബാഹ്യമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് മാത്രമാണോ ഷിഫ? അല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സംശയം, നമ്മുടെ കാപഢ്യം, നമ്മളിൽ കടന്നു വരുന്ന ശിർക്ക്, വ്യതിചലനം, ചായ്വ് തുടങ്ങി നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട്. ഈ സന്മാർഗത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്ന, ഈ സന്മാർഗത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ചില രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കും. അതിൽ നിന്ന് ശിഫ ലഭിക്കാൻ ഖുർആൻ നമുക്ക് ആവശ്യമാണ്. ഖുർആൻ നമുക്ക് അനിവാര്യമാണ്. ആ അല്ലാഹുവിന്റെ കലാം നമ്മളിലേക്ക് പ്രവേശിച്ചാൽ ആ ഹൃദയം നന്നാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലാ ഇന്ന ഫിൽ ജസദി മുളഅ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദത് ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് ശരിയാകുമ്പോ എല്ലാം ശരിയാകും. നിന്റെ ശരീരം ഒട്ടും ശരിയാകും. ഇനി അത് മോശമായാൽ നിന്റെ ശരീരം ആകെ കുഴപ്പമാവുകയും ചെയ്യും. പറയുകയാണ്, അത് നിന്റെ ഹൃദയമാണ്. ആ ഹൃദയം നന്നാക്കാൻ, ആ ഹൃദയം ശുദ്ധീകരിക്കാൻ ഖുർആൻ നമുക്ക് ആവശ്യമാണ്. ഖുർആൻ നമുക്ക് അനിവാര്യമാണ്. അതിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കാരണം ഖുർആൻ അതിനെല്ലാം സുഖപ്പെടുത്തുന്നു. മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയാണ്, ഖുർആൻ നിങ്ങൾ പഠിക്കുമ്പോ, അത് മനസ്സിലാക്കുമ്പോ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഖുർആൻ കാരണം എല്ലാം സുഖപ്പെടുകയാണ്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്, നമ്മുടെ വിജ്ഞാനം വർദ്ധിക്കുകയാണ്, നമ്മൾ നന്മകൾ തേടിയിറങ്ങുകയാണ്. ഒന്നുമില്ലെങ്കിലും അതിനുള്ള ആഗ്രഹം നമ്മൾ എന്ത് ചെയ്യാണ്? അതിലൂടെ നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ല ആ ഷിഫയുടെ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമതായിട്ട് പറയാണ്, അഹദുഹാ ശിഫാഉം മിനൽ ളലാലി ലിമാ ഫീഹി മിനൽ ഹുദാ. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മഹുല്ല പറയാണ്, ഖുർആൻ ഷിഫയാണ് എന്നുള്ള വിഷയത്തിൽ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, ഒന്നാമതായിട്ട് അവർക്ക് ലഭിക്കുന്ന ഷിഫ എന്ന് പറയുന്നത് വഴികേടിൽ നിന്നുള്ള ഷിഫയാണ്. അതായത് തെറ്റായ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുവദിക്കാത്ത കാര്യങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മുന്നോട്ട് പോക്കിൽ നിന്ന്, ആ ഒരു വഴികേടിൽ നിന്നുള്ള ഷിഫ, അതിൽ നിന്നുള്ള ശമനം എങ്ങനെ? ഖുർആനിൽ അള്ളാഹു സന്മാർഗമാണ് പഠിപ്പിക്കുന്നത്, വഴികേടല്ല. ഖുർആനിലുള്ളത് സന്മാർഗമാണ്. അപ്പൊ ഖുർആൻ ഏതൊരുവൻ സ്വീകരിക്കുകയും ഖുർആൻ ഏതൊരുവൻ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവൻ കടന്നു പോകുക സന്മാർഗത്തിലേക്കാണ്. ആദ്യമായി ശിഫ ലഭിക്കുന്നത് ആ വഴികേടിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള ഒരു ശമനമാണ്. രണ്ടാമതായിട്ട് ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുകയാണ്, രോഗത്തിൽ നിന്നുള്ള ശിഫയാണ്. കാരണം ഖുർആനിൽ ബർക്കത്തുണ്ട്, ഖുർആനിൽ ബർക്കത്തുണ്ട്. നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ശിഫ ലഭിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ല. എന്നാൽ വെറുതെ അങ്ങ് ചെയ്താൽ പോരാ, ഖുർആൻ അങ്ങ് പാരായണം ചെയ്താൽ മതിയാവില്ല. മറിച്ച് അത് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതിലേക്ക് കടന്നു പോകാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹുവിൽ വിശ്വസിക്കാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കാതെ വെറുതെ നമ്മൾ അങ്ങ് ചില ആയത്തുകൾ അങ്ങ് ഓതി നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുമെന്ന് നമ്മൾ കരുതിയാൽ നമുക്ക് അവിടെയാണ് പലപ്പോഴും തെറ്റുപറ്റുന്നത്. ഖുർആനിൽ രോഗശാന്തിയും കാരുണ്യവും ഉൾപ്പെടുന്നുണ്ട്. അതെല്ലാവർക്കും ഉള്ളതല്ല, അതെല്ലാവർക്കും ഇല്ല. അതിൽ വിസരിച്ച് പ്രവർത്തവർക്കാണ് എന്ന് തഫ്സീറു സഅദിയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അതിനാണ് തഫ്സീറു സഅദിയിൽ വളരെ ഗൗരവമായിട്ട് ആ വിഷയം പറയുന്നത് കാണാം. അല്ലാതെ കേൾക്കുന്ന ആയത്തുകളെ പുച്ഛിക്കുന്ന, കേൾക്കുന്ന ആയത്തുകൾക്ക് വില കൽപ്പിക്കാതെ, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അതിലേക്കൊരു ലജ്ജയുമില്ലാതെ കടന്നു പോകുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ആ ഖുർആനിൽ നമുക്ക് ശിഫ ലഭിക്കൂല. ഖുർആൻ നമുക്ക് ശിഫയാകണമെങ്കിൽ ആ ഖുർആനിനെ അനുസരിക്കുന്ന അള്ളാഹുവിനെ
അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ ആയത്തുകളെ വില കൽപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മള് ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ നമുക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ കടന്നു വന്ന സന്ദർഭത്തിൽ ചില ആയത്തുകൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ അള്ളാഹു ഇട്ടു തന്നിട്ടുണ്ട്. അള്ളാഹു പറയുന്നു അത് പാടില്ല. ഇഎംഐയില് ഒരു സാധനം വാങ്ങാൻ പോവാണ്. വാങ്ങാൻ പോകുമ്പോ യാദൃശ്ചികമായിട്ട് കേട്ടു തെറ്റുണ്ട്, പലിശ കടന്നു വരുന്നുണ്ട്. മാറി നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതൊന്നും മാറി നിൽക്കാതെ, അതൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ഖുർആനിൽ നമുക്ക് ശിഫയില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, ലോകം നീക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്നും ഖുർആനിനേക്കാൾ പൊതുവായതും ഏറ്റവും ഉപകാരപ്രദമായതും മഹത്തരമായതും വിജയകരവുമായ മറ്റൊരു മരുന്നും ഇറക്കിയിട്ടില്ല. ഏറ്റവും ഉത്തമമായ ആ ഖുർആനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ? ആ ഖുർആനിലുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു തരുന്ന വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുകയാണ്, ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ. ഖുൽ പറയുക, നബിയെ പറയുക, അല്ലദീന ആമനു ഹുദൻ വശിഫാ. അതുണ്ടല്ലോ ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും ശമനവുമാകുന്നു, ശിഫ ആകുന്നു. എന്നാൽ അതിനെന്തുണ്ട്? ഒരു ഡിമാൻഡ് ഉണ്ട്. സത്യവിശ്വാസിയാകണം, മുഅ്മിനാകണം. എന്നാലേ ശിഫ ലഭിക്കുകയുള്ളൂ, എന്നാലേ നമുക്ക് ശമനം ലഭിക്കുകയുള്ളൂ എല്ലാത്തിലും നിന്നുള്ള. നമുക്ക് ചില സമയങ്ങളിൽ ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് തെറ്റിപ്പോകുമോ എന്ന് നമ്മൾ പലപ്പോഴും ഭയന്നിട്ടുണ്ട്. ചില സംശയങ്ങൾ നമ്മളെ പിടികൂടിയിട്ടുണ്ട്. ചില ചില കാപട്യങ്ങൾ നമ്മളെ പെട്ടുപോയിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ നമ്മുടെ ഹൃദയം ചില സമയത്ത് തെറ്റിപ്പോകുമോ എന്നുള്ള ഭയന്നിട്ടുണ്ട്. ശമനം ലഭിക്കണമെങ്കിൽ ഖുർആനിലേക്ക് കടന്നു പോകണം. ആ ഖുർആനിലേക്ക് കടന്നു പോകുമ്പോൾ ശിഫ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരു സത്യവിശ്വാസിയാകണം. പരിശോധിക്കണം നമ്മളൊരു സത്യവിശ്വാസിയാണോ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അവരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ ഓർത്താൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും. കഴിഞ്ഞില്ല, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയാത്തുകൾ അവർ കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. അവിടെയാണ് വിഷയം. മുഅ്മിനീങ്ങളുടെ ഗുണാണത്, സത്യവിശ്വാസികളുടെ ഗുണമാണത്. അവർക്ക് ഈ ഖുർആനിൽ ശിഫയുണ്ട് എന്നുള്ളതാണ്. ഹൃദയത്തിൽ കടന്നു വരുന്ന വസ്വാസുകൾ, ശൈത്താനിന്റെ ഉണ്ടാക്കുന്ന മോശം ചിന്തകൾ, അതിനെ എല്ലാം ഇല്ലാതെയാക്കാൻ ഖുർആനിന് സാധിക്കുക തന്നെ ചെയ്യും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഖുർആൻ ഹൃദയത്തിലെ എന്തിനും ഏത് രോഗത്തിനും ശമനമാണ്. ശൈത്താൻ അതിലിട്ട് തരുന്ന ദുർമന്ത്രണങ്ങളെയും ദേഹേച്ഛകളെയും വൃത്തികെട്ട ഉദ്ദേശങ്ങളെയെല്ലാം അത് ഒഴിവാക്കും. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾക്ക് അത് തന്നെയല്ലേ വേണ്ടത്. നമുക്ക് മോശം ചിന്തകൾ, മോശം ദേഹേച്ഛകൾ കടന്നു വരുന്നു. ചില വൃത്തികെട്ട ഉദ്ദേശങ്ങൾ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളിലേക്ക് കടന്നു വരുന്നു. അതിൽ നിന്നുള്ള മുക്തിയാണ് നമുക്ക് ആവശ്യം. നമ്മൾ പലപ്പോഴും കാരണം പറയുന്നത്, അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നുപോയി, അങ്ങനെ ഒന്ന് ആലോചിച്ചു പോയി, അങ്ങനെ ഒന്ന് തോന്നിപ്പോയി. അതിൽ നിന്ന് രക്ഷപിക്കാനുള്ള ഒരു ശിഫയാണ് ഖുർആൻ. ഖുർആൻ അതിനുള്ള പരിഹാരമുണ്ട്, ഖുർആൻ അതിലുള്ള ശിഫയുണ്ട്. നമ്മൾ ഖുർആനിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഖുർആനിലേക്ക് ആത്മാർത്ഥമായി ആര് കടന്നു വരുന്നോ അവനത് ആസ്വദിക്കാൻ കഴിയുക തന്നെ ചെയ്യും. സത്യവിശ്വാസികളുടെ മനോരോഗങ്ങൾക്ക് ഖുർആൻ ശമനം നൽകുമെന്ന് പറയുമ്പോൾ അത് ലഭിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവും സഹിതം പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഇവിടെ ഹിഫ്ള് പഠിക്കുന്ന മക്കൾ എൻ്റെ മുന്നിലുണ്ട്, ഇവിടെ അവരുടെ മാതാപിതാക്കളുണ്ട്, അതല്ലാത്ത മറ്റു പലരും എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണ്, നമ്മളിൽ എത്ര പേർക്ക് ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ പാരായണം ചെയ്യാൻ അറിയാം? അക്ഷരത്തെറ്റില്ലാതെ, തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്ന എത്ര പേര്? നമ്മൾ ആലോചിച്ചാൽ മതി. എല്ലാ ഉമ്മത്തൊന്നും എടുക്കണ്ട. നമ്മളിപ്പോ ഈ കൂടിച്ചേർന്നിരിക്കുന്നവര് 50 പേരുണ്ടല്ലോ. ഞാൻ എന്താണ്? ഞാൻ ഖുർആനിന്റെ വിഷയത്തിൽ എവിടെ എത്തി? ഞാൻ ഇന്ന് ജീവിക്കുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് ഖുർആനിൽ ശിഫ ലഭിക്കുമോ?
നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ ഖുർആൻ പാരായണം. ഞാൻ പറയട്ടെ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും എന്ത് ചെയ്യണമെന്നറിയോ? വാട്സപ്പില് വോയിസ് ഇങ്ങനെ ഓണാക്കിയിട്ട് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഓതാൻ കഴിയുന്ന ഏറ്റവും നല്ല രൂപത്തിൽ ഒന്ന് പാരായണം ചെയ്യുക. അതിനുശേഷം നമ്മൾ മാത്രം കേൾക്കുക. നമുക്ക് മനസ്സിലാകും ഖുർആനിന്റെ വിഷയത്തെ നമ്മൾ എത്ര പിറകിലാണ്. എവിടെ നിർത്തണം, എവിടെ നീട്ടി പാരായണം ചെയ്യണം, എവിടെ മണിക്കണം, നമുക്കറിയില്ല. നമുക്കറിയില്ല ഓരോ അക്ഷരങ്ങളും എങ്ങനെ മഖ്റജ് അനുസരിച്ച് വ്യക്തമായ രീതിയിൽ ആ അക്ഷരങ്ങളെ പുറപ്പെടുവിപ്പിക്കാൻ, അത് പറയാൻ നമുക്ക് കഴിയുന്നില്ല. അത് ഉച്ചരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നിട്ടും നമ്മൾ കരുതുന്നു നമ്മൾ ഖുർആനിന്റെ ആളുകളാണ് എന്ന്. നമ്മുടെ അവസ്ഥ എത്ര ഖേദകരമാണ്. നമ്മുടെ അവസ്ഥ എത്ര ഖേദകരമാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഖുർആനുമായി അടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം ഖുർആനിന് വേണ്ടി മാറ്റി വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? പിന്നെ എങ്ങനെ ഖുർആനിന്റെ ആളുകളാണെന്ന് നമ്മൾ കരുതുന്നു? വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഞാൻ പറയട്ടെ. ചില ആളുകൾ എന്ത് ചെയ്യും? മക്കളെ പഠിപ്പിക്കാൻ ചേർത്തും, മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ ചേർത്തും. അവർക്ക് മക്കൾ വന്നിട്ട് ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഭാഗത്ത് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അത് വന്നിട്ട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പോലുമുള്ള ഇൽമില്ലാത്തവരുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല, എന്നാൽ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ നിറയുന്നുണ്ട്. മാറാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ ഇനിയും അവസരമുണ്ട്. എന്ത് കാരണമാണ് നമുക്ക് പറയാനുള്ളത്? ഒരു കാരണവും നമുക്ക് പറയാനില്ല. വയസ്സാണ് കാരണമെങ്കിൽ 80 വയസ്സിൽ ഹിഫ്ള് പൂർത്തീകരിച്ചവരുണ്ട്. പഠനമാണ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പഠനത്തിന്റെ കൂടെ ഹിഫ്ള് കൊണ്ട് നടന്ന് ഹാഫിളും ഹാഫിളത്തുമായവർ നമ്മുടെ നാടുകളിലുണ്ട്, നമ്മുടെ ചുറ്റുപാടിലുണ്ട്. +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന, 10ാം ക്ലാസ്സിന് പഠിക്കുന്ന, ഏതുമായിക്കോട്ടെ അതിന്റെ കൂടെ ഹിഫ്ള് പഠിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഉണ്ട്. നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ചില കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ പഠനം നമുക്കൊരു കാരണമല്ല, നമ്മുടെ പ്രായം നമുക്കൊരു കാരണമല്ല, നമ്മുടെ അവസ്ഥകൾ നമുക്കൊരു കാരണമല്ല. കാരണം ഖുർആൻ പഠിക്കാൻ ഇന്ന് നിറയെ അവസരങ്ങൾ മുന്നിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഖുർആൻ വെറും അതുമാത്രമാണോ മാറ്റുക? അല്ല. ഇന്ന് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന ഏറ്റവും വലുതായ ഒന്നുണ്ട്. നമ്മുടെ മനോദുഃഖങ്ങൾ, നമ്മുടെ മനോദുഃഖങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ. നമുക്കതല്ലേ പറയാനുള്ളത്? നമ്മളോട് ഒരാള് സുഖല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? ഒക്കെ തട്ടി തട്ടി പോകുന്നു പറയും. എന്നാലോ ഒരാള് നമ്മുടെ വിഷമം കേൾക്കാൻ വേണ്ടി വിളിച്ചാലോ നമ്മൾ ഫോൺ വെക്കുവോ? നമ്മൾ അവരോടുള്ള സംസാരം നിർത്തൂ? ഇല്ല. വിഷമങ്ങളോടെ വിഷമമാണ്. പറഞ്ഞിട്ടും തീരുന്നില്ല. എപ്പോഴും ഈ വിഷമങ്ങൾ കടിച്ചമർത്തി മുന്നോട്ട് പോവാണ്. അവർക്കുമുള്ള ശിഫയാണ് ഖുർആൻ. അവർക്കുമുള്ള ശിഫയാണ് ഖുർആൻ. മനോദുഃഖങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ മാറുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബതിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ അഖവാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅതർത ബിഹി في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. നമ്മുടെ വിഷമം മാറാൻ വേണ്ടി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. അതിന്റെ അവസാനത്തിൽ എന്താ അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നത്? അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. എന്താ പറയുന്നത്? ഖുർആൻ എന്റെ ഹൃദയത്തിന് ഒരു വസന്തവും, എന്റെ നെഞ്ചിന് ഒരു പ്രകാശവും, എന്റെ ദുഃഖത്തിന് ഒരു പരിഹാരവും, എന്റെ വിഷാദം നീക്കുന്നതുമാക്കി തീർക്കണമേ എന്നാ പ്രാർത്ഥിക്കുന്നേ. ആ ഖുർആൻ കൊണ്ട് അതിനുള്ള ശമനമുണ്ട്. നമ്മൾ കടന്നു പോകാത്തത് കൊണ്ടാണ്, നമ്മൾ അതിലേക്ക് എത്താത്തത് കൊണ്ടാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പല വിഷയങ്ങളുമുണ്ട്. നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. അതിനേക്കാൾ നമ്മളെപ്പോഴും ഭയന്നത്, അതിനേക്കാൾ നമ്മളെപ്പോഴും ഭയക്കുന്നത് നമ്മുടെ വിഷമമാണ്, നമ്മുടെ ദുഃഖമാണ്, നമ്മുടെ കഷ്ടപ്പാടാണ്.
അതിനുള്ള ശമനവും ശിഫയും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. നമ്മളതുകൊണ്ട് അതിലേക്ക് എത്തുന്നില്ല. നമ്മൾ പറയുന്നു അതൊക്കെ വലിയ വലിയ ആയത്തുകളിലേക്കോ. അല്ല. സൂറത്തുൽ ദുഹ അറിയാത്തവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? സൂറത്തുൽ ദുഹ കേൾക്കാത്തവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? സൂറത്തുൽ ദുഹ ഇറങ്ങുന്ന സന്ദർഭം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന വേളയിൽ പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന് വഹി ലഭിക്കുന്നില്ല. മുശ്രിക്കീങ്ങൾ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ ഉപദ്രവിക്കുകയാണ്. മുഹമ്മദേ, നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടു എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. വഹി ഇറങ്ങുന്നില്ല, വഹി വരുന്നില്ല. ആ സമയത്താണ് സൂറത്തുൽ ദുഹ അവതരിക്കുന്നത്. വദ്ദുഹ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ആര് നിന്നെ കൈവിട്ടാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ആരുമില്ല എന്ന് നീ എത്ര ആണയിട്ട് പറഞ്ഞാലും, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ റബ്ബ് നിന്നെ കൈവിടൂല. നീ ജീവിതത്തിന്റെ എത്ര വലിയ പരീക്ഷണ കാലഘട്ടത്തിലൂടെ മേഖലയിലൂടെ കടന്നു പോകുന്നതാകട്ടെ, എന്തായാലും പടച്ചോനറിയാലോ. നമ്മൾ പറയുന്ന മറ്റൊന്നാണ് എന്ത്? എന്റെ വിഷമമൊക്കെ ആയിരിക്കാൻ മനസ്സിലാകുക, എന്റെ ദുഃഖമൊക്കെ ആയിരിക്കാൻ മനസ്സിലാകുക. പടച്ചോന് മനസ്സിലാകാത്ത നീണ്ടോ? പടച്ചവൻ അറിയാത്തതുണ്ടോ? നമ്മളെക്കാൾ നമ്മൾ അറിയുന്ന അള്ളാഹ്ക്ക് നമ്മളെ അറിയില്ലേ? നമ്മളെക്കാൾ നമ്മൾ അറിയാം പടച്ചോനെ. ആ പടച്ചോന് മാറ്റാൻ കഴിയാത്തതുണ്ടോ? ആ അള്ളാഹു പറഞ്ഞതാ, വഹുവ മഅക്കും അയ്നമാ കുന്തും, നീ എവിടെ പോയാലും ഞാൻ അവിടെ. പടച്ചോന്റെ വാക്ക്. എന്തുകൊണ്ട് അതിലേക്ക് നമ്മൾ എത്തുന്നില്ല? എന്തുകൊണ്ട് ആ രൂപത്തിലേക്ക് നമ്മൾ മാറുന്നില്ല? നമ്മൾ ഖുർആനിലേക്ക് കടന്നു വരണം. ഖുർആനിൽ അതുള്ളത്, അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന്റെ പാരായണം, അതിന്റെ അർത്ഥസഹിതം, അതിന്റെ വിശദീകരണം, അങ്ങനെ തുടങ്ങി അതിന്റെ എല്ലാ മേഖലകളിലേക്കും സഞ്ചരിക്കാൻ നമുക്ക് എന്ന് കഴിയുമെന്ന് നമ്മളൊക്കെ ഒന്ന് ഇരുന്നാലോചിച്ച് ചിന്തിക്കേണ്ട വളരെ ഗൗരവമായ വിഷയമാണ്. കാരണം നമുക്ക് പ്രധാനം ആഖിറം. നമ്മള് ഈ ദുന്യവിപരമായ രോഗങ്ങൾ, അതിനപ്പുറം നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ട നമുക്കുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ടല്ലേ, നമ്മളെ ബാധിച്ച, അതിൽപ്പെട്ട ഏറ്റവും വലിയ വിഷയമാണ് തെറ്റിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു പോവുകയാണ്. ശൈത്താന്റെ ഓരോ വസ്വാസിൽ പെട്ടുപോവുകയാണ്. ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ചെയ്തു പോകുന്നു. എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുക, നമ്മൾ അതിലേക്ക് വീണ്ടും കടന്നു പോവാ. അല്ല, അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തണം. അതിനുള്ള പരിഹാരമാണ് ഈ ഖുർആനിലുള്ളത്. അതിനെ ഖുർആനിലേക്ക് നമ്മൾ കടന്നു വരണം. ഖുർആനിലേക്ക് കടന്നു വരാൻ, ഖുർആനെ നമുക്ക് പ്രാധാന്യം തോന്നാൻ, ഖുർആനിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ ആദ്യം അള്ളാഹുവിനെ നമ്മൾ ആഴത്തിൽ അറിയണം. അപ്പോഴാണ് നമുക്കത് സാധ്യമാകുക. ചോദിക്കുകയാണ് ഒരേ ഒരു ചോദ്യം, ഖുർആൻ നമുക്ക് ശിഫയാകണമെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ജീവിതം നമുക്ക് പടുത്തുയർത്തേണ്ടതുണ്ട്. നമുക്ക് എത്ര പേർക്ക് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഞാൻ എന്നുള്ളൊരു വ്യക്തിയെ പറ്റി മാത്രം ചിന്തിക്കുക. ഇത് കേട്ടിട്ട് ബാക്കിയുള്ളവരോടൊക്കെ ഇത് കൊണ്ടുപോയിട്ട് പറയുക എന്നല്ല. അതിനപ്പുറം ഞാൻ എന്നൊരു വ്യക്തി എന്താണ്? ഞാൻ എൻ്റെ കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന തിന്മകൾ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന തിന്മകൾ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ നാവ് കൊണ്ട് ചെയ്യുന്ന തിന്മകൾ എത്രയൊക്കെയാണ്? ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് കടന്നു പോകുന്ന തെറ്റുകൾ ഏതൊക്കെയാണ്? ആലോചിക്കണം, പരിശോധിക്കണം. എന്തിനാണ് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പുറപ്പെടുന്നത്? തിന്മകളിലൂടെയുള്ള ഒരു ജീവിതം നയിക്കുവാനാണോ? അല്ല. അള്ളാഹും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തു പറഞ്ഞു? അതിലേക്ക് പൂർണ്ണമായി കടന്നുപോയിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനാണോ നമ്മൾ ജീവിക്കുന്നത്? ഖുർആൻ നമുക്ക് ശിഫയാകണമെങ്കിൽ, ഖുർആൻ നമുക്ക് ശമനമാകണമെങ്കിൽ ആ രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അത് മാത്രമല്ല, നമ്മൾക്ക് ബാഹ്യമായിട്ട് വരുന്ന ചില രോഗങ്ങൾ, ചില വിഷമങ്ങൾ, ഇതിനൊക്കെ ഖുർആൻ ശിഫയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായിട്ടുള്ള വേദന അനുഭവപ്പെട്ടാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ശരീരത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പാരായണം ചെയ്യും. എന്നിട്ട് ഉമിനീര് പാറി വീഴുന്നതാക്കി തന്റെ കൈകളിൽ ഊതി അതുകൊണ്ട് തടവുകയും ചെയ്യാറുണ്ടായിരുന്നു. നമുക്കും വേദന വരുത്തേണ്ട വേദന, നമുക്കും പല രൂപത്തിലുള്ള വേദനകൾ വരാറുണ്ട്.
തലവേദനയാകട്ടെ, കാലുവേദനയാകട്ടെ, കൈവേദനയാകട്ടെ, അങ്ങനെ പല വേദനകളും വന്നിട്ടുണ്ട്. എന്നാൽ ആ സന്ദർഭങ്ങളിൽ നമ്മൾ ആദ്യം ഓടിയെത്തത് എവിടത്തേക്കാ? എക്സോയിൽ എടുക്കാന്, ടൈഗർ ബോം വരട്ടാന്, മിക്സ് എടുക്കാന്, അതൊന്നും വേണ്ട എന്നല്ല. എന്നാൽ അതിനപ്പുറം എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തൊരു കാര്യമുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വന്നാൽ, ആ രൂപത്തിൽ ഞാൻ ചെയ്താൽ എനിക്ക് ശമനം ഉണ്ടാകുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ ഖുർആനിലെ നമുക്കെല്ലാവർക്കും അറിയുന്ന 3 സൂറത്തുകൾ അല്ലേ? വേറെ ബക്കറയും ആലിമ്രാൻ എന്നല്ലല്ലോ നമ്മളോട് പഠിച്ചിട്ട് ഓതാൻ പറഞ്ഞത്. ഇപ്പൊ പറയാ ഉസ്താദേ അറിയില്ല. ഖുൽ ഹുവല്ലാഹു അഹദും, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും അതൊന്ന് പാരായണം ചെയ്ത് കൈകളിലേക്ക് ഊതി, ഉമനീര് തെറിക്കുന്ന രൂപത്തിൽ കൈകളിലേക്ക് ഊതി ശരീരം തടവുവാൻ എത്ര സമയം നമുക്ക് ആവശ്യമുണ്ട്? ജീവിത വേദനകൾ കടന്നു വന്നിട്ടുണ്ട്, പല കഷ്ടതകൾ വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു ചികിത്സ നടത്താൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ എന്തിനാണ് പ്രാധാന്യം നൽകിയത്. രോഗം വരുമ്പോൾ ചികിത്സിക്കണം. എന്നാൽ നമുക്ക് അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്ന ചില മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ. ആ ഖുർആനിലുള്ള ശിഫ സത്യവിശ്വാസികളായ നമുക്കാണ്. നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുക? നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. നമുക്കറിയാലോ നമ്മുടെ രോഗങ്ങൾ മാറ്റി തരേണ്ടവൻ അള്ളാഹു അല്ലേ? അപ്പൊ നമ്മളുടെ ഒരു രോഗം കടന്നു വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്തിട്ട് അള്ളാഹിനോട് നമ്മൾ ശിഫക്ക് തേടുമ്പോ എന്ത് രസമുണ്ട് അതില്, എന്തൊരാനന്ദമുണ്ട് അതില്. നമുക്ക് രോഗം മാറ്റിത്തരേണ്ടവൻ അള്ളാഹു ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രോഗം മാറ്റിത്തരേണ്ട, ശിഫ നൽകേണ്ട അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ശിഫ ലഭിക്കാനുള്ള രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹിനോട് നമ്മൾ ശിഫ തേടിയാൽ അതിനെത്ര ഒരു ആനന്ദമുണ്ട്, അതെത്ര ഭംഗിയുണ്ട്. ജീവിതത്തിൽ എപ്പോഴാണ് നമുക്കിതിന് കഴിയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ തുടരുകയാണ്, രോഗത്തിന്റെ വേദന കൂടിയപ്പോ ഞാൻ ഈ സൂറത്തുകൾ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ഊതുകയും അതുകൊണ്ട് ശരീരം തടവിക്കൊടുക്കുകയും ചെയ്തു. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അതാണ് ചെയ്തത്. വേദന കൂടിയപ്പോ നമുക്ക് സാധിക്കണം. ഒന്നുമില്ല, തലവേദനയും കാലുവേദനയും കൈവേദനയും ഒന്നും വരാനില്ല, പണി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ആ ഉണ്ടാകുന്ന സമയത്ത് അതൊന്ന് പാരായണം ചെയ്ത് ഒന്ന് തടവുവാൻ ശരീരം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിലേക്കൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ ഒരു സംഘം ചികിത്സിക്കാൻ ഒരുങ്ങി. ഒരാൾക്ക് എന്ത് ചെയ്തു? വിഷബാധ വന്നു. ആ സമയത്ത് അവരെന്താ ചെയ്തത്? അവര് സൂറത്തുൽ ഫാത്തിഹ തുടരെ തുടരെ ഊതി ഊതി മന്ത്രിച്ചു. ബുഖാരിയിലുള്ള ഹദീസാണ്. ബുഖാരിയിലെ 2276 ഹദീസിലാണ് ഈ സംഗതി പറയുന്നത്, ഈ സംഭവം. അങ്ങനെ അവർ സൂറത്തുൽ ഫാത്തിഹ തുടരെ തുടരെ പാരായണം ചെയ്ത് ഊതി മന്ത്രിച്ചു. രോഗി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സുഖം പ്രാപിച്ചു. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാന്റെ അനുഗ്രഹത്താൽ, അള്ളാഹുവിന്റെ നിഅമത്താൽ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു? സുഖം പ്രാപിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് സ്വഹാബാക്കളോട് പറയാണ്. അള്ളാന്റെ റസൂലിന്റെ അപ്രൂവൽ ലഭിച്ചു. പിന്നെന്താ വേണ്ടത്? പിന്നെന്താ നമുക്ക് വേണ്ടത്? എന്നാൽ എന്തെങ്കിലും ഒന്ന് വരുമ്പോ സൂറത്തുൽ ഫാത്തിഹ പാരായണം അറിയാത്തവരായി നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാ നമസ്കാരങ്ങളിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ ആകെത്രയുള്ളത്? പറയണ്ടോ? നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. അത് പാരായണം ചെയ്തുകൊണ്ട് ഞാൻ തടവിയാൽ എന്റെ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകും, ശിഫ നൽകും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടു കൂടി കടന്നു വരാൻ നമുക്ക് കഴിയുമോ?
നമ്മൾ നമ്മളോട് ചോദിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയം നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്ക് ബാഹ്യമായി വരുന്ന ചില രോഗങ്ങളാണ്, നമ്മളിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളാണ്. ആ രോഗങ്ങൾക്ക് അള്ളാഹുവും അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന രീതിയിലേക്ക് കടന്നു പോകാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതില്ലേ? നമുക്ക് കഴിയണ്ടേ? അതിനാദ്യം നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണം. ആദ്യം നമ്മൾ ഖുർആൻ പഠിക്കുന്നതിലേക്ക് എത്തിച്ചേരണം. ആദ്യം ഖുർആനുമായി ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചേ മതിയാകൂ. നമുക്ക് എല്ലാവർക്കും കഴിയണം. നമ്മൾ വീട്ടിലെ 2-3 ആൾക്കാരെ ഖുർആൻ പഠിപ്പിച്ചിട്ട് ഇനിയിപ്പോ ഒന്നും വേണ്ട എന്നുള്ള രൂപത്തിൽ ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. മറിച്ച് ഖുർആനിലേക്ക് ഞാൻ എന്നൊരു വ്യക്തി കടന്നു വരണം. കാരണം ഖബറിൽ ഞാൻ ഒറ്റക്കാണ് കിടക്കേണ്ടത്. അന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആരെ ഉണ്ടാക്കി? എനിക്ക് ആരെ ഉണ്ടാക്കാൻ സാധിക്കും? ഇന്ന് എന്റെ കൂടെ നടക്കുന്ന ചങ്ങാതിമാർ അന്ന് എന്റെ കൂടെ ഉണ്ടാവില്ല. ഇന്ന് എന്നെ കൊണ്ട് നടക്കുന്ന എന്റെ വാപ്പയും ഉമ്മയും അവിടെ ഉണ്ടാവില്ല. ഇന്ന് എന്നെ നോക്കുന്ന എന്റെ കുടുംബം അന്ന് ഉണ്ടാവുകയില്ല. അന്ന് എനിക്ക് എന്റെ അമലുകൾ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ എന്നുള്ള ആ ദിവസം കടന്നു വരാനുണ്ട് എന്ന് ഇന്ന് നമ്മൾ അറിഞ്ഞു. ഇന്ന് നമ്മൾ ഒരുങ്ങണം. ഇന്നാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഒരു വ്യക്തമായ പരിശോധന, അടിമുടി പരിശോധന നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തെ എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടോ? പരിഹരിക്കണം, ചികിത്സിക്കണം. ഏതിലൂടെ? ഖുർആനിലൂടെ ചികിത്സിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ചില ഇഷ്കാലുകൾ, ചില സംശയങ്ങൾ നമ്മളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അറിവുള്ളവരിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അവരോട് നമ്മൾ ചോദിക്കണം, കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ചില സംശയക്കുരുക്കിൽപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമുക്കൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞു വന്നതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഖുർആനിലേക്ക് മടങ്ങുക. അവിടെ ശമനമുണ്ട്. ആ ഖുർആനിലേക്ക് മടങ്ങുവാൻ എന്ന് നമ്മൾക്ക് സാധിക്കുന്നുവോ അന്ന് ഖുർആൻ കൊണ്ട് നമുക്ക് ശിഫയുണ്ടാകും. എന്നാൽ ഖുർആനിലേക്ക് കടന്നു പോകുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും സാഹചര്യവും ഇത്രയും സൗകര്യങ്ങളും നമുക്കുണ്ടായിട്ട് പോലും ഖുർആൻ പഠിക്കാൻ തയ്യാറാകാത്തൊരു കൂട്ടമാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കും? ഇങ്ങനെ പോയാൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് ലഭിക്കുമോ? അള്ളാഹുവിന്റെ സ്വന്തക്കാരാകണ്ടേ നമ്മൾ? ആരാണ് ഈ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ സ്വന്തക്കാർ? അവര് ഖുർആനിന്റെ ആളുകളാണ്. അവർ ഖുർആൻ പഠിക്കുന്നവരാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്, അത് മനസ്സിലാക്കുന്നവരാണ്, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്. ആ ഖുർആനിനെ മുറുകെ പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ വീടുകളിൽ എത്ര ഖുർആനുണ്ട്? നമ്മളെ ഫോണിൽ ഖുർആനിന്റെ എത്ര ആപ്പുകളുണ്ട്? എത്ര സമയമാണ് അത് തുറന്നു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത്? നമ്മൾ നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ ടൈം പരിശോധിച്ചാൽ നമ്മളെ ഖുർആൻ ആപ്പിന്റെ സ്ക്രീൻ ടൈം എത്രയാണ്? ലിസ്റ്റിൽ തന്നെ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റിൽ ചിലപ്പോൾ തീർന്നു പോകും. എന്തുകൊണ്ട് ആ രൂപത്തിലേക്ക് നമ്മൾ മാറി? എന്തുകൊണ്ട് ഖുർആനിലേക്ക് അടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല? എന്താണ് ഖുർആനിലേക്ക് അടുക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത് എന്ന് ഇന്ന് നമ്മൾ പരിശോധിക്കണം. ആലോചിച്ചു നോക്കുക. ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഇന്ന് ഈ നിൽക്കുന്ന നേരം വരെ ഖുർആനിന്റെ എത്ര ആയത്തുകൾ ഞാൻ പാരായണം ചെയ്തു? ഖുർആൻ എത്ര ഞാൻ കേട്ടു? നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആവലാതിപ്പെട്ട്, മറ്റു കുറേ കാര്യങ്ങൾ ചിന്തിച്ച്, മറ്റു പലരുടെയും ന്യൂനതകൾ എണ്ണി എണ്ണി പറഞ്ഞ്, മറ്റു പലരുടെയും തെറ്റുകളിലേക്ക് കണ്ണിങ്ങനെ മിഴിച്ചു നോക്കി, എത്തി നോക്കി നമ്മളിലേക്ക് നോക്കുവാൻ പലപ്പോഴും നമ്മൾ മറക്കുന്നു. നമ്മളിലേക്ക് പലപ്പോഴും നമ്മൾ നോക്കുന്നില്ല. നമ്മളിലേക്ക് നോക്കാത്തതാണ്, നമ്മളെ പരിശോധിക്കാത്തതാണ് നമ്മുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. മറ്റു പലരുടെയും തെറ്റുകൾ നോക്കി അതിൽ പെട്ടുപോയി. ചിന്ത മുഴുവനും അതാണ്. മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു, അവൻ അത് ചെയ്യുന്നു, ഇവൻ ഇത് ചെയ്യുന്നു, ഇവരത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ സമയം പാഴാക്കുന്നതിനപ്പുറം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ അവൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ? നമുക്ക് കഴിയുന്നുണ്ടോ ഖുർആൻ പാരായണം ചെയ്യാൻ? നമുക്ക് കഴിയുന്നുണ്ടോ അതിന്റെ അർത്ഥം നമുക്ക് വായിക്കാൻ? നമുക്ക് കഴിയുന്നുണ്ടോ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ
നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? മറ്റുള്ളവരുടെ തെറ്റുകൾ നോക്കി, മറ്റുള്ളവരുടെ ന്യൂനതകൾ പരിശോധിച്ച്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കി അങ്ങനെ അങ്ങനെ നമ്മൾ മുഴുകിപ്പോയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ നമുക്ക് നമ്മളെ കിതാബേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ കിതാബില്ല. നമ്മുടെ കയ്യിൽ തരുന്നത് നമ്മളെ കിതാബാ. ആ നമ്മുടെ കിതാബിൽ നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയുന്നു? ആ സമയത്ത് നമ്മൾ ഖുർആൻ പാരായണത്തിനായി ചെലവാക്കിയ സമയങ്ങൾ അതിൽ നമുക്ക് വേണ്ടേ? ഖുർആൻ പഠിക്കാൻ വേണ്ടി എടുത്ത സമയം അതിൽ നമുക്ക് വേണ്ടേ? ഖുർആൻ മനസ്സിലാക്കി അതിന്റെ അർത്ഥം വായിച്ച സമയം നമുക്ക് ഉണ്ടാകണ്ടേ? ആ ഖുർആൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ആ രൂപത്തിൽ മാറ്റി എന്ന് പറയാൻ നമുക്ക് ഉണ്ടാകണ്ടേ ആ കിതാബിൽ? അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്ന് നിന്റെ ഹിസാബൊക്കെ നീ തന്നെ മതി, വേറെ ആരും വേണ്ട. വായിക്ക് നിന്റെ കിതാബ്, നീ ഒന്ന് വായിച്ചു നോക്ക്. തുറന്നിട്ട് ഇങ്ങനെ തരും. ഏത് കയ്യിലേക്കാ തരുന്നത് അള്ളാഹു ആലം. വലത് കൈ കൊണ്ട് വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയൊരു പരിശോധന ആവശ്യമാണ്, വലിയൊരു ശ്രദ്ധ ആവശ്യമാണ്. വളരെ ശ്രദ്ധിച്ചാലോചിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്ന് നമുക്ക് പലരുമുണ്ട്. ഇന്ന് നമുക്ക് തെറ്റുകളിൽ മുഴുകുവാൻ പല കൂട്ടുകെട്ടുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത, അതൊന്നും ഉപകാരപ്പെടാത്ത ഒരു ദിനം കടന്നു വരും. അന്ന് ഞാൻ എന്ത് ചെയ്യും? അന്നേക്ക് വേണ്ടി ഞാൻ എന്ത് നടക്കും? എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞ്, എല്ലാത്തിനെയും തമാശയാക്കി, എല്ലാത്തിനെയും പരിഹസിച്ച് മുന്നോട്ട് പോയാൽ എവിടെയാണ് അവസാനം നമ്മൾ എത്തിച്ചേരുക? നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മളെല്ലാവരും മരണപ്പെടേണ്ടവരാണ് എന്ന്. അതറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് നമ്മുടെ ഈ ജീവിത കാലയളവിൽ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ കേട്ടു, എത്ര പ്രാവശ്യം നമ്മൾ കേട്ടു. എന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ ഒരു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വ ഇലൈനാ തുർജഊൻ. അതിന്റെ ഇടയിൽ പറയുന്ന വലിയ ഗൗരവമുള്ള ഒരു സംഗതിയുണ്ട്, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ജീവിതത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ അത് നിനക്ക് പരീക്ഷണമാണ്. എന്തിനാണെന്നറിയോ അതൊക്കെ പടച്ചോൻ നൽകിയത്? എന്തിനാണെന്നറിയോ ആ ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു മരണം ഓർമ്മിപ്പിച്ചത്? വ ഇലൈനാ തുർജഊൻ. നീ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരുണ്ട്, നീ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഇന്നെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഇന്നെല്ലാം വളരെ രാഗത്തോടു കൂടി നമ്മൾ പറയും. ഇന്ന് പലതിലും നമ്മൾ വല്ലാത്തൊരു ആനന്ദം കണ്ടെത്തും. എന്നാൽ നീ സൂക്ഷിക്കണം കേട്ടോ. ഏത് യൗമൻ? ആ ദിവസം. ഏതാ ദിവസം? തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആ ദിവസം നീ ഓർക്കണം. അന്ന് ഏത് രൂപത്തിലുള്ള മരണം നമുക്ക് ലഭിക്കും? അന്ന് ഏത് രൂപത്തിലുള്ള മരണം നമുക്ക് ലഭിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തിലൂടെ പറഞ്ഞതുപോലെ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനമടഞ്ഞ ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഈ ജീവിക്കുന്ന ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ മരണവേളയിൽ ഇത് കേൾക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക, അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വാ. നീ നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വാ. ഇർജിഇ ഇലാ റബ്ബിക് റാദിയതൻ മർദിയ. തൃപ്തി അടഞ്ഞുകൊണ്ട്, തൃപ്തി നേടിയെടുത്തുകൊണ്ട്, തൃപ്തിപ്പെട്ടവനായി നീ ഇങ്ങോട്ടേക്ക് മടങ്ങു വാ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ഫീ ഇബാദി. ഇതാ എന്റെ അടിമകളുടെ, എന്റെ അടിയാന്മാരുടെ അടുത്തേക്ക് നീ കടന്നു പോ. അതിലൂടെ വദ്ഖുലി ജന്നതി, നീ സ്വർഗത്തിലേക്ക് കടന്നു വാ എന്ന് അള്ളാഹു പറയുന്ന കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടുമോ? പരിശോധിക്കണം, ആലോചിക്കണം. ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആരൊരാൾ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ആരൊരാൾ എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, അത് നിലനിർത്തി, ജീവിതത്തിലുടനീളം അത് നിലനിർത്തിയാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവനോട് പറയും,
തനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. നീ പേടിക്കണ്ട, നീ ബേജാറാകണ്ട, നീ വിഷമിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിനക്കിതാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. ഇത് കേട്ടിട്ടല്ലേ നമ്മൾ മടങ്ങേണ്ടത്? ഇങ്ങനെയല്ലേ നമ്മുടെ പര്യവസാനമാകേണ്ടത്? അങ്ങനെ ആകണമെങ്കിൽ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തണം. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണം. ജീവിതത്തിന്റെ അവസാനം വരെ അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഖുർആനിൽ ശിഫയുണ്ട്, എന്നാൽ അതിനാദ്യം ഖുർആനിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ വിഷയത്തിൽ കടന്നു വരാനും ഖുർആനിലേക്ക് കടന്നു വരാനും അത് മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും തൗഫീക്ക് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയം സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഹലഖാത്തുൽ ഖുർആൻ അക്കാദമി 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിലവിൽ നമ്മൾ അഡ്മിഷൻ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ പോസ്റ്ററിന്റെ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തജ്വീദ് ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യാൻ, തജ്വീദ് പഠിക്കാൻ, ഖുർആൻ തിലാവ പഠിക്കാൻ, അതുപോലെ തന്നെ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിനുള്ള ടീച്ചേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. ആ രൂപത്തിൽ നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ലിങ്ക് ലഭിച്ച അതിൻ്റെ ഇടയിലുള്ള ടെക്സ്റ്റിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങൾ ലഭിക്കും. അതിലേക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചാൽ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. മുതിർന്നവർക്കുള്ള ഇൻഷാ അല്ലാഹ് ഒരു ഹിഫ്ള് സംവിധാനം നമ്മൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നുണ്ട് എന്നത് എന്തെയാണ് ഈ സമയത്ത് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. പറഞ്ഞതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഖുർആനിലേക്ക് കടന്നു വരിക, ഖുർആനിലേക്ക് കടന്നു വന്നുകൊണ്ട് ഖുർആനുമായി ഒരു ബന്ധമുണ്ടാക്കി ഖുർആനിന്റെ ആളുകളായി ആ ഖുർആൻ നമുക്കൊരു ശിഫയായി ജീവിതത്തെ നമുക്ക് മാറ്റാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു നൽകി മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ആളുകളാക്കി നമ്മളെല്ലാവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഹിഫ്ളിൽ ഒരിക്കലും മറക്കാത്ത രൂപത്തിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പാരായണം ചെയ്യാൻ പറയുമ്പോൾ അവിടുന്ന് പാരായണം ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഹിഫ്ള് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകൾ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഇതുപോലുള്ള വിജ്ഞാന സദസ്സുകൾ ഒരുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഇൻഷാ അള്ളാഹ് വിജ്ഞാന സദസ്സുകൾ കടന്നു വരാനുണ്ട്. കേൾക്കുക, ഇരിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അള്ളാഹ് നമ്മൾ കാരണം ഒരുവൻ ഒരു കാര്യം കേട്ടാൽ അതിന്റെ പേരിൽ അവൻ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നാൽ, അതിന്റെ പേരിൽ അവൻ ഖുർആൻ പഠിച്ചാൽ അതിനുള്ള പ്രതിഫലം നാളെ അള്ളാഹുവിൽ നമുക്ക് ലഭിക്കും. ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കൂല. ചിലപ്പോ ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കണമെന്നില്ല, ലഭിച്ചേക്കാം. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് നാളെ അള്ളാഹുവിൽ നമുക്ക് ലഭിക്കുന്ന ആ പ്രതിഫലത്തെ പറ്റി ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്കൊക്കെ എത്താൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. നമ്മുടെ പരിപാടികളുടെയും നമ്മുടെ പോസ്റ്ററുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ജീവിതത്തിലുടനീളം നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്ര സമയം അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ഇരിക്കാൻ കഴിഞ്ഞു, കേൾക്കാൻ കഴിഞ്ഞു. ഇനി ഇതിനുള്ള ഒരു മാറ്റം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹിദായത്ത് ലഭിക്കാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സന്മാർഗ്ഗത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും വഴികളിൽ നിന്ന് കാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വിട്ടുപോയവരുടെ ഖബറിടങ്ങൾ വിശാലമായി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക
വഅതൂബു ഇലൈക്.